ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് ഒരു ക്വിക്ക് വീഡിയോ ആണ്. നമ്മുടെ CMA USA ജാനുവരി 2025 എക്സാം വിൻഡോയുടെ റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ എനിക്ക് 340 ആണ്, 330 ആണ്, 350 ആണ് പാസ്സാവാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ CMA USA പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കുക, 360 മാർക്കാണ് എക്സാം പാസ്സാവാനായിട്ട് വേണ്ടത്. പാസ്സായ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഈ പാസ്സാവാത്ത കുട്ടികളെ പറ്റിയിട്ടാണ്. 360 500 വാങ്ങേണ്ടത്, 72%. ആൻഡ് മാർക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് എന്താ 330, 40, 50 ഇതിനിടയ്ക്ക് 345, 66, 38 ഒന്നും ഇല്ലേ? ഇല്ല. IMAയുടെ മാർക്കിംഗ് സ്കീം ടെൻസിലാണ്. 300, 310, 20, 30, 40, 50, 60 അങ്ങനെ ടെൻസിലാണ് പോകുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് 350 കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയോർ ഹീസ് സോ ക്ലോസ് ടു വിന്നിങ് അല്ലേ? ജസ്റ്റ് ഒരു ചെറിയ മാർജിനിലാണ്. അപ്പോൾ അതൊരു MCQൻ്റെ 1-2 MCQ ശരിയാക്കിയിരുന്നെങ്കിലോ അല്ലെ essayയിലെ ഏതെങ്കിലും ഒരു ഉത്തരം കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിലോ ഒക്കെ ചിലപ്പോൾ അത് 360 എത്താമായിരുന്നു, എക്സാം പാസ്സാകുമായിരുന്നു. അപ്പം വളരെയധികം ഡിസ്ഹാർട്ടൻഡ് ആയിട്ടാണ് എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത്. ചിലർ രണ്ടാമത്തെ തവണ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 തവണ ഫെയിൽ ആയിട്ടുള്ള ആളാണ്. ആ വീഡിയോ ഈ ചാനൽ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് 340യും 350യും കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു പെയിൻ എനിക്കറിയാം. കാരണം നമ്മൾ SAവിൻ്റെ ഓപ്പൺ ആവാതെ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മൾ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു, നമ്മൾ തീരെ പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ SAവിൻ്റെ ഓപ്പൺ ആയിട്ട് പാസ്സാകുമെന്ന പ്രതീക്ഷയിൽ ഒരു 40-45 ദിവസത്തോളം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരുന്നിട്ട് ഫെയിൽ ആവുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം പ്രത്യേകിച്ചും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഫെയിൽ ആവാറില്ല നോർമലി മറ്റ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചറുകളിലൊന്നും. അതായത് നിങ്ങൾ 1ാം ക്ലാസ് മുതൽ +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് പാസ്സാവും. നിങ്ങൾക്ക് ഹൈ മാർക്സ് കിട്ടണമെന്നില്ല, പക്ഷേ തോറ്റു പോകുമെന്നൊരു സെനാരിയോ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. അൺലെസ് നിങ്ങൾ വല്ല എഞ്ചിനീയറിംഗ് ഡിഗ്രിയും അങ്ങനത്തെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫെയിലിയർ എന്നൊരു കോൺസെപ്റ്റ് വരുന്നുള്ളൂ. സാധാരണ രീതിയിലുള്ള ഡിഗ്രി ആണെങ്കിലും +2 ആണെങ്കിലും അതൊക്കെ അത്യാവശ്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല. അപ്പോൾ അവിടെയൊന്നും നമുക്ക് ഈ ഫെയിലിയർ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് എക്സാം ഫെയിൽ ആകുമ്പോൾ ആ ഫെയിലിയറിനെ എങ്ങനെ ടേക്ക് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് 350 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എവിടെയോ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് കൊടുത്ത ചില ഉത്തരങ്ങൾ തെറ്റിട്ടുണ്ട്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ട് വായിച്ച് നോക്കി, ഓപ്ഷൻസ് വായിച്ച് നോക്കിയ സമയത്ത് നമ്മൾ മനസ്സിൽ ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ തെറ്റിപ്പോകാനേ സാധ്യതയുള്ളൂ. കാരണം എല്ലാവരും അത്യാവശ്യം നല്ല കോൺഫിഡൻസിലായിരുന്നു. എന്നോട് ഈ പാസ്സായില്ല എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്ന സമയത്ത് കോൺഫിഡൻസ് ഉണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നോക്കാം എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ കാത്തിരിപ്പിന് ശേഷം ഒരു നെഗറ്റീവ് റിസൾട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് നിങ്ങൾ തളരരുത്, പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് റീടേക്ക് എക്സാമിൻ്റെ ഫീസാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കണം. അതാണ് മെയിനായിട്ട് ആൾക്കാരെ ഒരു എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ IMA ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ചില വിൻഡോസിൽ എക്സാമിന് ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. 50% ഓഫ്, 30% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ IMA ഈ ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോ നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്ത് എഴുതുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് മാറുന്നത്. ഇനി അതല്ല, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്കിനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പടി കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഹയർ ആയിട്ട് പോയിട്ട് ഞാൻ ബെറ്റർ ആയിട്ട് എഴുതും എന്നൊരു കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിയറസ്റ്റ് വിൻഡോയിൽ തന്നെ എഴുതാം. നിയറസ്റ്റ് വിൻഡോയിൽ തന്നെ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ടച്ച് വിട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ ഇപ്പം ഓൾറെഡി നമുക്കൊരു പഠിച്ചിരിക്കുന്ന ഒരു അറിവുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി. മേ ബി ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫെയിലായ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 1-2 ടോപ്പിക്സ് ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫെയിലായത്. അപ്പം കോസ്റ്റിങ്ങിൻ്റെയും വേരിയൻസിൻ്റെയും ചില കോൺസെപ്റ്റുകൾ ഞാൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാതെയാണ് പോയത്. അതുകൊണ്ട് അതെനിക്ക് ബാക്ക് ഫയർ ആവുകയും എനിക്ക് എക്സാമിന് പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തു. അവിടെയാണ് എനിക്ക് 340 കിട്ടിയത്. സോ എന്നെ സംബന്ധിച്ച് എനിക്കറിയായിരുന്നു എവിടെയാണ് ഞാൻ ലാക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാം എഴുതി കഴിഞ്ഞ് ഫെയിലായ കുട്ടികൾ സ്വയം ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഏരിയാസിലാണ് ഇനിയും കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ബിക്കോസ് IMAയുടെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഹോക്കുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാനൽ ആ വീഡിയോ ഉണ്ട്. അവരും പറയുന്നത് 90 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി IMA മാർക്ക് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ 10 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ആ 10 ക്വസ്റ്റ്യൻ അവർ മാർക്ക് ചെയ്യില്ല. അത് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം. സോ ബാക്കി വരുന്ന 90 ക്വസ്റ്റ്യൻസിൽ എല്ലാ സെക്ഷൻസിൻ്റെയും ഒരു പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. സെക്ഷൻ A to F എല്ലാ സെക്ഷൻസിൻ്റെയും ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പം
ഒരു 4 സെക്ഷൻസിലെ ഉത്തരങ്ങളായിരിക്കും ഏറ്റവും നന്നായിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരിക്കുക. എന്നാൽ 5ാമത്തെ സെക്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു 4 ക്വസ്റ്റിനെ കാണത്തുള്ളൂ. ഈ 4 ക്വസ്റ്റിനെ ചിലപ്പോൾ നിങ്ങളങ്ങ് തെറ്റിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എക്സാമിൽ ചിലപ്പോൾ ആകെ നിങ്ങൾ 4 ക്വസ്റ്റിനെ തെറ്റിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ IMA അത് നോക്കുന്നത് നിങ്ങൾക്ക് ആ 4 ക്വസ്റ്റ്യൻ വന്ന പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇപ്പോഴും നോളജ് കുറവുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അത് നിങ്ങളുടെ റിസൾട്ടിനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ടോപ്പിക്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. 6 സെക്ഷൻസ് ആണുള്ളത്. 6 സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സെക്ഷൻസിലും ഒരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കണം, ശരിയാക്കിയിരിക്കണം. എങ്കിലേ എല്ലാ ടോപ്പിക്കുകളിലും ഈ 6 സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നോളജ് ഉണ്ട്, പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് IMAക്ക് ബോധ്യപ്പെടണം. അങ്ങനെയാണ് അവരുടെ മാർക്കിംഗ് സ്കീം വരുന്നത്. സോ ദർ വിൽ ബി സംതിങ് ദാറ്റ് യു മേ ബി ലാക്കി. അത് എനിക്കറിയില്ല, ഫെയിലായ ആൾക്കാർ സ്വയം അനലൈസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു റിപ്പോർട്ട് കാർഡൊക്കെ IMA സെൻഡ് ചെയ്യാറുണ്ട്, പ്രോമെട്രിക്സ് സെൻഡ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ അറിവ്. എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്ന് കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾക്കൊരു മെയിൽ വരും. ആ മെയിലിൽ നിങ്ങൾ ഓരോ ടോപ്പിക്സിലും എത്രത്തോളം സ്കോർ ചെയ്തിട്ടുണ്ട്, സ്കോർ മീൻസ് മാർക്ക് അല്ല അവരിടുന്നത്, ഗ്രേഡാണ്. സാറ്റിസ്ഫാക്ടറി, ഔട്ട്സ്റ്റാൻഡിങ്, എക്സലൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേഡാണ് തരുന്നത്. ആ ഗ്രേഡ്സ് നോക്കുക. അപ്പോൾ ആ ഗ്രേഡ് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ ലാക്ക് ചെയ്തത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ അതിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല. ബട്ട് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ദാറ്റ് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. സോ അത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഡിമോട്ടിവേറ്റഡ് ആവാതെ നിങ്ങളെക്കൊണ്ട് പറ്റും. ഇപ്പോൾ 340 350 വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ 360 എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്താണ്. ഈ പാസ്സാവുന്ന കുട്ടികൾ മിക്കപ്പോഴും 360 ഒന്നും അല്ല, 360 സ്കോർ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പോലും 380 400 ഒക്കെ സ്കോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ തന്നെ ഒരാൾ പയ്യനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ 470 ആണ് സ്കോർ ചെയ്തത്. സോ ചില സമയത്ത് ഇത് സ്കൈ റോക്കറ്റ് ചെയ്ത് പോവുകയും ചെയ്യും, ചില സമയത്ത് നമ്മൾ ആ എഡ്ജിൽ കൊണ്ടുവന്നിട്ട് നിർത്തുകയും ചെയ്യും. പേഴ്സണലി നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മൾ ഇത്രയും കാത്തിരുന്ന് ഫെയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും. ഞാനത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. സോ 2-3 ദിവസം സെറ്റിൽ ഡൗൺ ചെയ്യുക, ആ ഒരു ഫെയിലിയറിനെ സിങ്കിനാക്കുക, എന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഒരു നോട്ട്സും കൂടെ അപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്സാവും. 330 340 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാലിബറുള്ള കുട്ടിയാണ്, നിങ്ങൾക്കിത് പാസ്സാവാനുള്ള കഴിവുള്ള ആളാണ്, എലിജിബിൾ ആയിട്ടുള്ള ആളാണ്, നന്നായിട്ട് കോൺസെപ്റ്റ് അറിയാവുന്ന ആളാണ്. പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾക്ക് ആ ഫെയിലിയർ സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി അത് തിരുത്തി ബെറ്ററായിട്ട് അടുത്ത തവണ എഫേർട്ട് ഇടുക, എക്സാം എഴുതുക, ആൻഡ് യു വിൽ ഷുവർലി പാസ്. എനിവേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.